ഇതൊക്കെ എവിടുന്ന് പഠിച്ചാടാ നീ? ഞാൻ അങ്ങനെ പലയിടത്തുനിന്നും പഠിക്കും. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? അങ്ങനൊക്കെ തന്നെ. ഇങ്ങോട്ട് വരട്ടെ. ഓ പിന്നെ അച്ഛൻ വന്നാൽ എന്തോ ചെയ്യുന്ന? ഞാൻ എനിക്ക് എന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇതൊക്കെ എന്ന് തുടങ്ങി? നിങ്ങൾ സംസാരിക്കാന്ന് പോയാ ഞാൻ പല തോന്നുന്നു കാണിക്കും. എന്തോടൊരു ബഹളം അങ്ങനെ ഓടി കേക്കാലോ. മോനെ എന്താ മോനെ പ്രശ്നം? എന്താ പ്രശ്നം? എന്ത് പറ്റിടാ? പിന്നെ ഒരുപാട് അങ്ങ് കൊഞ്ചിക്കണ്ട കേട്ടോ. നിന്റെ അമ്മയ്ക്ക് അസൂയ മോനെ. മോനോ? അവന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ. നീ ചുമ്മാ ബഹളം വയ്ക്കാതെ കാര്യം എന്താണെന്ന് പറ. പുന്നാര മോനോട് ചോദിച്ചു നോക്ക്. എന്താ പറ്റിയേ? നിന്റെ അമ്മ ആദ്യമായിട്ടാണല്ലോ നിന്നോട് ഇങ്ങനെയൊക്കെ. എന്താ മോനെ? കണ്ടാ കണ്ടാ അവന്റെ അഹങ്കാരം കണ്ടാ? കുറച്ച് ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. ക്ലാസ്സിൽ നിന്ന് വന്നാൽ കഥകടച്ച് ഇരുത്ത, ആഹാരം കഴിപ്പില്ല, കുളിയില്ല, നനയില്ല, ആരോടും മിണ്ടാട്ടമില്ല. എന്താ മോനെ? അല്ല ലൈൻ വല്ല ആയോടാ? അതാണെങ്കി പിന്നെ വേണ്ടിയില്ല. പക്ഷേ ഇത് നിന്ന് മോങ്ങാതെ കാര്യം പറയടി. നോക്ക്. ഇത് എവിടുന്ന് കിട്ടി? നിങ്ങളെ മോന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. എടി അത് അവന്റെ ബാഗിലാരെങ്കിലും അവനെ പറ്റിക്കൊണ്ട് വിചാരിക്കും. ആയിക്കോട്ടെ, അപ്പൊ അവന്റെ വായി കിടന്നതോ? നീ എന്തോടി പറയുന്നത്? ടിവിയിലും പത്രത്തിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ട്. എന്റെ ഭഗവാനെ. എന്തോടാ കാണിക്കുന്നത്? ഇനിയും നിന്റെ ഇരിപ്പുണ്ടോ? അയ്യോ അവനെ അടിക്കല്ലേ. ഇനി വേണ്ട ഇവിടെ മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇവരൊക്കെ കാണിക്കുന്നത് എന്താ? സത്യം പറടാ, നിനക്ക് ആര് വന്നതാ? പറടാ.
എടാ നിനക്കൊരു ബെസ്റ്റ് ഉണ്ടായിരുന്നല്ലോടാ, അവളുടെ സഹോദരൻ ഈ റാക്കറ്റിൽ പെട്ടതും എന്നിട്ട് ആ കുടുംബം ഒന്നിറങ്ങ് ആത്മഹത്യ ചെയ്തൊക്കെ നിനക്കറിയാന്നല്ലടാ. എന്നിട്ട് നീ അതിനുശേഷമാണ് ഇവൻ ഇങ്ങനെ. എന്ത് നല്ലൊരു കുടുംബമായിരുന്നു. ഒരുത്തൻ വഴി തെറ്റി ആ കുടുംബം മൊത്തം നശിച്ചു. ഇനി ഇവിടെയും ഇങ്ങനെ ആവണോടാ? ആ വേണം. അവരൊക്കെ മരിച്ചില്ലേ? ആ മരിക്കാം, നമുക്ക് മരിക്കാം. വാ വാ മരിക്കാം. അച്ഛന് മരിക്കാൻ പേടിയുണ്ടോ? അവരെല്ലാരും മരിച്ചില്ലേ? എത്രയോ പേര് ലഹരിക്ക് അടിമപ്പെട്ട് മരിക്കുന്നു. പിന്നെ എനിക്ക് മാത്രം എന്താ? മോനെ, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഉണ്ടോ ഉണ്ടോ? അച്ഛനുണ്ടോ? ഉണ്ടോ? അതെല്ലാ മാതാപിതാക്കൾക്കും ഇല്ലേ? ഇല്ലേ? ഉണ്ട് ഉണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിനക്ക് പ്രാന്തായോ? ആ നിങ്ങൾ ചോദിച്ചില്ലേ ഇത് എവിടുന്നാ കിട്ടിയെന്ന്? അറിയണോ? വേണ്ട. വേണം, നിങ്ങൾ അറിയണം. നീ എവിടുന്ന് കണ്ടുപിടിക്കുന്നതാ ഈ ആരും പോവാത്ത വഴികളൊക്കെ? ഡാടാ കൊല്ലൂടാ. നിർത്ത് നിർത്ത് നിർത്ത്. അത് നമ്മുടെ സ്കൂളിലൊക്കെ ഐസ്ക്രീം വിൽക്കുന്ന ആളല്ലേ? എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, വാ നോക്കാം. എന്തോ കഞ്ചാവ് കേസ് എന്തോ ആണല്ലോടാ. ആന്നടാ ആന്നടാ. അവര് കണ്ടെന്ന് തോന്നുന്നു. മാറാ മാറാ. വളരെ സൂക്ഷിച്ചോണം കൊണ്ടുപോകണം. അറിയാലോ, ഒരാൾ കാണുന്നു എനിക്ക് ആ ഉത്തരവ്. ഓക്കെ. സത്യമാണോ? നിങ്ങളോടാ ചോദിച്ചത്, പറ. ഇതിനേക്കായി നല്ലത്. ഇതിന്റെ ഏജന്റ് അച്ഛനാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തിനെന്നറിയാമോ? മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ തകരുമ്പോൾ ഉള്ള വേദന നിങ്ങളൂടെ അറിയണം. നിങ്ങൾ നേരത്തെ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, ഇത് ആരാ തന്നേന്ന്? അതാണ് എനിക്കും അറിയേണ്ടത്. അത് പിന്നെ മോനെ പറയണ്ട. ഒരുപാട് മാതാപിതാക്കളുടെ മക്കളെ ഇല്ലാതാക്കിയതല്ലേ നിങ്ങൾ. പിന്നെ നിങ്ങൾക്കായിട്ട് എന്തിനാരും മോൻ? അത് വേണ്ട. നിങ്ങളുടെ തലമുറയാണ് ഈ തലമുറയെ നശിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ ഏജന്റും വിൽപ്പനക്കാരും എല്ലാം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ നന്നാവും, അല്ലാതെ എന്നെ തിരുത്താൻ വരരുത്. വന്നാൽ